Hi everyone, welcome back to our YouTube channel. ഇന്ന് നമുക്ക് മെലസ്റ്റോമ ചെടി കണ്ടു നോക്കാം. ഇതിൽ നിറയെ പൂക്കളുണ്ടാവുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ്. അപ്പോൾ കാറ്റുകാലമാണല്ലോ. അപ്പോൾ ആ സമയത്ത് നിറയെ പൂക്കളുണ്ടാവും. മൊട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് നിറയെ ഉണ്ടാവും. പിന്നെ ഇത് ആദ്യത്തെ ദിവസം വിരിയുമ്പോൾ നല്ല വയലറ്റ് കളറാവും. പിറ്റേ ദിവസത്തേക്ക് അത് കളറ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ നടുവിലുള്ള ഇതൊക്കെ പൊഴിഞ്ഞു പോവുകയും ചെയ്യാം. പിന്നെ നല്ല ഭംഗിയുള്ള നിറയെ പൂക്കളുള്ളൊരു ചെടിയാണ്. നിറയെ പൂക്കളുണ്ടാവും. പിന്നെ ഇതിൻ്റെ സ്റ്റെമ്പ് കട്ട് ചെയ്തിട്ടാണ് ചെറിയതായിട്ടാണ് തൈകൾ ഉണ്ടാക്കുന്നത്, പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഒരു മദർ പ്ലാന്റ് ആണ്. ഇതിൽ നിന്ന് ഞാൻ കുറേ തൈകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മഴക്കാലം, അത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് തൈകൾ മണ്ണിൽ വെച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ ഇത് പൂച്ചട്ടികളിലും പിന്നെ നിലത്ത് മണ്ണിലും വയ്ക്കാം. ഞാനിതിപ്പോൾ ഇവിടെ മണ്ണിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. വെള്ളം വാർന്നു പോണ സ്ഥലത്ത് വെക്കണം. വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല. അതുപോലെ പൂച്ചട്ടികളിലാണെങ്കിലും നമ്മൾ പോട്ടി മിക്സൊക്കെ നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണ്, ചകിരിച്ചോറ് അങ്ങനെയുള്ള ഇതിലൊക്കെ വെച്ച് പിടിപ്പിക്കണം. വെള്ളം കെട്ടി നിന്ന് അത് ചീഞ്ഞ് കേടായി പോകുമല്ലോ, അതുകൊണ്ടാണ്. മെലസ്റ്റോമ പൂക്കൾ 3-4 കളറുകളുണ്ട്. പിന്നെ ഈ പൂക്കൾ അധികം മണമൊന്നുമില്ല, അധികമല്ല, മണം തീരെ ഇല്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. മഴക്കാലത്തൊക്കെ ധാരാളം പൂക്കളുണ്ടാകുന്ന ചെടിയാണ്. പിന്നെ സൂര്യപ്രകാശം തന്നെ പാകത്തിൽ, നല്ല സൺലൈറ്റ് ഒന്നും വേണ്ട ആവശ്യമില്ല. എന്നാലും സൺലൈറ്റ് വേണമെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചാൽ നിറയെ പൂക്കളുണ്ടാവും. കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്.